നമസ്കാരം. വലിയ സ്വപ്നങ്ങളുമായി സൗദി അറേബ്യയിലേക്ക് ജോലിക്കായി പോയ നജീബ് എന്ന ചെറുപ്പക്കാരന്റെ ദാരുണമായ ദുരന്ത കഥ ബെന്യാമിൻ എന്ന എഴുത്തുകാരൻ ആടുജീവിതം എന്ന പേരിൽ നോവലാക്കിയപ്പോൾ അത് മലയാള സാഹിത്യത്തിലെ വായനയുടെ ചരിത്രവും ആസ്വാദനത്തിന്റെ ദിശയും മാറ്റി. ചങ്ങമ്പുഴയുടെ രമണൻ കഴിഞ്ഞാൽ മലയാളത്തിൽ ഏറ്റവും അധികം പതിപ്പുകൾ പുറത്തിറക്കി വിൽപ്പന നടത്തിയ പുസ്തകം എന്നതായിരുന്നു ആടുജീവിതത്തിന് പ്രസാധകർ നൽകിയ പ്രധാന പരസ്യവാചകം. എന്നാൽ ഗ്രന്ഥകർത്താവായ ബെന്യാമിൻ പുസ്തകത്തിന് കൊടുത്ത ടാഗ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നാം അനുഭവിക്കാത്ത ജീവിതങ്ങളെല്ലാം നമുക്ക് വെറും കെട്ടുകഥകൾ മാത്രമാണ്. അതായിരുന്നു ആ ടാഗ്. നോവൽ പുറത്തിറങ്ങിയപ്പോൾ അത് ആദ്യം വായിച്ച വായനക്കാരെല്ലാം അതൊരു കെട്ടുകഥ മാത്രമാണ് എന്ന് ആശ്വസിക്കുകയായിരുന്നു. സത്യത്തിൽ ഞാനും ആദ്യം വായിച്ചപ്പോൾ അങ്ങനെ തന്നെ ആശ്വസിച്ചു. എന്നാൽ അത് പല രീതിയിൽ അനുഭവിച്ച പ്രവാസി ലോകത്തോട് വിളിച്ചു പറഞ്ഞു, നജീബ് വെറുമൊരു ഭാവനയല്ല, സത്യസന്ധമായ ഒരു ജീവിതമാണ്. അത്തരത്തിൽ വഞ്ചിക്കപ്പെട്ട ആയിരക്കണക്കിന് നജീബുമാർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ടെന്നും അത് പലതും സത്യമാണെന്നും പ്രവാസികൾ പറഞ്ഞു തുടങ്ങിയപ്പോൾ മലയാളി ഈ നോവൽ രണ്ടാമതും വായിക്കാൻ ആരംഭിച്ചു. മലയാളികൾ ഇരുകൈകളും നീട്ടി നോവൽ സ്വീകരിച്ചപ്പോൾ അത് ഒരു യഥാർത്ഥ സംഭവത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് എഴുതിയതാണെന്ന് ബെന്യാമിനും തുറന്നു പറഞ്ഞു. ആ സംഭവകഥയിലെ നായകൻ രംഗപ്രവേശം ചെയ്തപ്പോൾ ഞങ്ങൾ ഓണാട്ടുകരക്കാർ വീണ്ടും ഞെട്ടി. ഞങ്ങളുടെ നാട്ടുകാർ, എന്റെ വീട്ടിൽ നിന്ന് കഷ്ടിച്ച് 10-12 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ നജീബിന്റെ വീട്ടിലേക്ക്. അടുത്ത കാലത്ത് ഈ കഥാനായകനെ നേരിൽ കാണാനും പരിചയപ്പെടാനും സംസാരിക്കാനുമുള്ള അവസരം ഉണ്ടായിട്ടുണ്ട് എനിക്ക്. ബെന്യാമിന്റെ ആടുജീവിതം വായിച്ചിട്ടുള്ള ഏതൊരാൾക്കും അറിയാം നജീബിന്റെ കഥ എന്താണെന്ന്. അതുകൊണ്ട് തന്നെ അത് ഇവിടെ ഞാൻ ആവർത്തിക്കുന്നില്ല. ആ കഥയെ ബ്ലസി എന്ന സംവിധായകൻ എങ്ങനെ ദൃശ്യവൽക്കരിച്ചു എന്നത് മാത്രമാണ്, അല്ലെങ്കിൽ ആ ഒരു കൗതുകമാണ് സിനിമ കാണാൻ എല്ലാവരെയും പ്രേരിപ്പിക്കുന്നത്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, നാം അനുഭവിക്കാത്ത ജീവിതങ്ങളെല്ലാം നമുക്ക് വെറും കെട്ടുകഥകൾ മാത്രമാണ് എന്നതാണ് നോവലിന് കൊടുത്ത ടാഗ്. നോവൽ നമ്മളെ അനുഭവപ്പെടുത്തുന്നതും അതുതന്നെയാണ്. മരുഭൂമിയിൽ ഇങ്ങനെ ദാഹിച്ചു മരിച്ച ആയിരങ്ങളുണ്ടാകും. ഇങ്ങനെ ഒരു ലോകമോ, ഇങ്ങനെ ഒരു ജീവിതമോ, ഇങ്ങനെയും മനുഷ്യരോ? അറബികളെ മാത്രമല്ല, മനുഷ്യരെ തന്നെ നമ്മൾ വെറുത്തുപോയി ഈ നജീബിന്റെ കഥ കേട്ടപ്പോൾ. എന്നാൽ നോവൽ വായനയല്ല ആടുജീവിതം എന്ന സിനിമ. നോവലിന്റെ കഥയുടെ ക്രമത്തിൽ അതേ വഴിയിലല്ല സിനിമ പോകുന്നത്. എന്നാൽ നോവലിനെ അറിഞ്ഞും അനുസരിച്ചുമാണ് സിനിമയുടെയും യാത്ര. അതുകൊണ്ട് ആരും നോവലുമായി സിനിമ കാണാൻ പോകരുത്. ഏറ്റവും മികച്ച വായന തന്ന നോവലായിരുന്നു ആടുജീവിതം എന്ന പുസ്തകമെങ്കിൽ അതിനേക്കാൾ മികച്ച ദൃശ്യാനുഭവം നൽകുന്ന സിനിമയാണ് ബ്ലസി നമുക്ക് സമ്മാനിച്ചിരിക്കുന്നത്. നോവൽ എന്ന നിലയിൽ അത് മികച്ചതും സിനിമയുടെ നിലയിൽ അത് ഏറ്റവും മികച്ചതുമായി നമുക്ക് വിലയിരുത്താം. അതുകൊണ്ട് തന്നെ നോവൽ മാറ്റിവെച്ച് നമുക്ക് ഈ സിനിമ ആസ്വദിക്കാം. നോവലിലെ ഏറ്റവും വൈകാരികവും തീക്ഷ്ണവുമായ ഭാഗങ്ങൾ ഈ സിനിമയിലില്ല. അത് നോവലിന്റെ മാത്രം സ്വന്തമാണ്. എന്നാൽ സിനിമയിലെ ഏറ്റവും മനോഹരമായ മുഹൂർത്തങ്ങൾ നോവലിലുമില്ല. അത് സിനിമയുടെ മാത്രം സ്വന്തമാണ്. ബെന്യാമിന്റെ ആടുജീവിതം എന്ന നോവൽ ബെന്യാമിന്റെ മാത്രം സൃഷ്ടിയായും ബ്ലസിയുടെ ആടുജീവിതം എന്ന സിനിമ ബ്ലസിയുടെ മാത്രം സൃഷ്ടിയായും അവർ ഇരുവരും ചേർന്ന് പരസ്പരം നിലനിർത്തുന്നു. ബെന്യാമിന്റെ കഥയ്ക്ക് ഈ സിനിമയ്ക്ക് തിരക്കഥയും സംഭാഷണവും എഴുതിയിരിക്കുന്നത് ബ്ലസി തന്നെയാണ്. മലയാള സിനിമയുടെ മുഖച്ഛായ തന്നെ മാറ്റി വരച്ച ഭരതൻ പത്മരാജൻ പ്രതിഭകളുടെ അരുമ ശിഷ്യനായി മലയാളത്തിലെത്തിയ സംവിധായകനാണ് ബ്ലസി. പിന്നീട് അദ്ദേഹം സ്വതന്ത്ര സംവിധായകനായപ്പോൾ മലയാളത്തിന് നൽകിയ വിരലിലെണ്ണാവുന്ന സിനിമകളെല്ലാം എടുത്തുവെച്ച് തൂക്കം നോക്കിയാൽ അത് തൂക്കം കൂടിയ ഒരു സമ്പത്താണെന്ന് നമുക്ക് മനസ്സിലാകും. ആ മൊത്തം സിനിമകളെ നമുക്ക് ഒറ്റ വാചകത്തിൽ ഒതുക്കിയാൽ ഇങ്ങനെ പറയാം: സാധാരണക്കാരായ മനുഷ്യർ, അസാധാരണമായ സംഭവങ്ങൾ. അതാണ് ബ്ലസി സിനിമകളുടെ ഒരു പ്രത്യേകത. അദ്ദേഹത്തിന്റെ ആകെ മൊത്തം സിനിമകളുടെ എല്ലാം ഒരു ടോട്ടൽ ടോൺ അതാണ്: സാധാരണ മനുഷ്യർ, അസാധാരണ സംഭവങ്ങൾ. 2004 പുറത്തിറങ്ങിയ കാഴ്ച സാധാരണക്കാരനായ ഒരു ഫിലിം ഓപ്പറേറ്റർ മാധവന്റെ കഥയാണ്.
അയാളുടെ ജീവിതത്തിലേക്ക് ഒരു പ്രഭാതത്തിൽ ഗുജറാത്ത് ഭൂകമ്പത്തിൽ നിന്ന് ഒറ്റപ്പെട്ട് ഉറ്റവരും ഉടയവരും ഒക്കെ നഷ്ടപ്പെട്ട് ചിതറിത്തെറിച്ച് വീഴുന്ന പവൻ എന്ന ബാലന്റെയും കഥയാണ് അത്. മമ്മൂട്ടിയുടെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കഥാപാത്രങ്ങളിൽ ഒന്നായിരുന്നു ഈ മാധവൻ. പിന്നീടാണ് തന്മാത്ര വരുന്നത്. മോഹൻലാലിന്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ തന്നെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 10 കഥാപാത്രങ്ങൾ എടുത്താൽ അതിൽ 3 വേഷങ്ങൾ തന്മാത്ര, ഭ്രമരം, പ്രണയം ഈ ബ്ലസ്സിയുടെ സംവിധാനത്തിൽ വന്ന സിനിമകളാണ്. ഇപ്പോഴിതാ നജീബ്. പൃഥ്വിരാജ് എന്ന നടന്റെ കരിയറിലെ ഏറ്റവും ചലഞ്ചിങ് ആയ കഥാപാത്രം അത് അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്ത് 100% പെർഫെക്റ്റായി ചെയ്യിപ്പിച്ചെടുത്ത് അവതരിപ്പിച്ചു ബ്ലസ്സി. മലയാളത്തിൽ ഒരു സംവിധായകനും ഇതിനു മുൻപ് ഒരു സിനിമയ്ക്ക് വേണ്ടി ഇത്രയും ഡെഡിക്കേറ്റഡായി പ്രവർത്തിച്ചിട്ടുണ്ടാകില്ല എന്ന് പറയുന്നു. ആടുജീവിതം സിനിമയാക്കാൻ ആദ്യം ബെന്യാമിനെ സമീപിച്ചത് ലാൽ ജോസ് എന്ന സംവിധായകനാണെന്ന് പറയപ്പെടുന്നു. ലാൽ ജോസ് അതിനു മുൻപ് അറബിക്കഥ എന്ന ഒരു വിദേശ മലയാളികളുടെ കഥ സിനിമയാക്കിയിരുന്നു. എന്നാൽ പിന്നീട് പല ഘട്ടങ്ങളിലൂടെ ഈ കഥ കടന്നുപോയി ബ്ലസ്സിയുടെ കൈകളിൽ എത്തുകയായിരുന്നു. 2013 പുറത്തിറങ്ങിയ കളിമണ്ണ് എന്ന സിനിമയ്ക്ക് ശേഷമാണ് ആടുജീവിതത്തിന്റെ സജീവ പ്രവർത്തനങ്ങളിലേക്ക് ബ്ലസ്സി കടന്നത് എന്ന് നമുക്ക് കരുതാം. അപ്പോൾ ഏതാണ്ട് 10 വർഷക്കാലം. ഇതിനിടയിൽ കോവിഡ് മഹാമാരി സൃഷ്ടിച്ച പ്രതിസന്ധിയിൽപ്പെട്ട ആടുജീവിതം കിടന്ന് വട്ടം കറങ്ങിയത് 5 വർഷം. 2018 ചിത്രീകരണം ആരംഭിച്ച ആടുജീവിതം പിന്നെ നേരിട്ടത് സമാനതകളില്ലാത്ത പ്രതിസന്ധികളായിരുന്നു. മറ്റൊരു സംവിധായകനായിരുന്നെങ്കിൽ ഈ സ്ക്രിപ്റ്റ് അകലത്തേക്കൊന്ന് മാറ്റിവെച്ച് മറ്റേതെങ്കിലും സന്ദർഭത്തിൽ എടുക്കാം എന്ന് ചിന്തിച്ച് മറ്റൊരു പ്രോജക്റ്റ് തന്നെ എടുത്ത് മുന്നോട്ട് പോകുമായിരുന്നു. അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ മലയാളത്തിന് എന്നും ഓർത്തുവെക്കാനുള്ള ഒരു മാജിക്ക് നഷ്ടമാകുമായിരുന്നു. സിനിമ ഒരു മാജിക്കാണ്. എന്നാൽ അത് ഒരാളുടെ മാത്രം മാജിക്കല്ല. ഒത്തിരി പേരുടെ മാജിക്ക് ഒത്തുചേരുമ്പോഴാണ് ഒരു നല്ല സിനിമ ഈ കാലത്തുണ്ടാകുന്നത്. എന്നാൽ ആടുജീവിതം ഒരു മാജിക് അല്ല, അതൊരു റിയൽ ലൈഫാണ്. ചോരയും വിയർപ്പും കണ്ണീരും ഒക്കെ മണക്കുന്ന രുചിക്കുന്ന ഒരു ജീവിതം. നാം അനുഭവിക്കാത്ത ജീവിതങ്ങളെല്ലാം നമുക്ക് വെറും കെട്ടുകഥകൾ മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു യഥാർത്ഥ ജീവിതം ബെന്യാമിൻ നമ്മളോട് പറഞ്ഞു തുടങ്ങിയത് എങ്കിൽ സിനിമയിൽ ബ്ലസ്സി പറയുന്ന ടാഗ് മറ്റൊന്നാണ്. എവരി ബ്രെത്ത് ഈസ് എ ബാറ്റിൽ. ഓരോ ശ്വാസവും ഓരോ യുദ്ധമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, നോവലും സിനിമയും രണ്ടും രണ്ടാണ്. രണ്ടും രണ്ട് മീഡിയയാണ്, രണ്ടും രണ്ട് അനുഭവമാണ്. ഈ സിനിമയിലെ ഓരോ ശ്വാസവും ഓരോ യുദ്ധമാണ്. ഒരു സിനിമാക്കാരന്റെ 16 വർഷത്തെ ധ്യാനവും ത്യാഗവും പരിത്യാഗവുമാണ് ഈ സിനിമയിലുള്ളത്. കഴിഞ്ഞ കുറെ കാലത്തിനിടയിൽ പുറത്തിറങ്ങിയ നല്ല സിനിമകളെ എല്ലാം കവച്ചു വെച്ചുകൊണ്ട് ഈ സിനിമ ഒരു പടി മുന്നിൽ നിൽക്കുന്നത് ബ്ലസ്സി എന്ന സംവിധായകന്റെ ആ ത്യാഗത്തിന്റെ ഫലമാണെന്ന് പറയാം. അതിനാൽ ആദ്യത്തെ കയ്യടി സംവിധായകൻ ബ്ലസ്സിക്ക് തന്നെയാണ്. ഏറ്റവും ജനപ്രിയമായ ഒരു നോവൽ സിനിമയാക്കുക എന്നത് ഏറ്റവും വലിയ ചലഞ്ചിങ് ആയ കാര്യമാണ്. ആടുജീവിതം എന്ന നോവൽ ഡോക്യുമെന്റ് ആക്കുക എന്നതല്ല ബ്ലസ്സിയുടെ കടമ. ആടുജീവിതം മറ്റൊരു രീതിയിൽ സിനിമയായി നമ്മളെ അനുഭവപ്പെടുത്തുക എന്നതാണ്. സംവിധായകൻ എന്ന നിലയിൽ ബ്ലസ്സിയുടെ ഏറ്റവും മനോഹരമായ സിനിമയായി ആടുജീവിതം മാറുന്നു എന്നത് ഒരു സത്യമായിരിക്കാം. ഈ കഥ എങ്ങനെ കൺസീവ് ചെയ്യണം എന്നതിനെക്കുറിച്ച് പൂർണ്ണ ബോധത്തോടെ സിനിമ ഉള്ളിലാക്കിയാണ് ബ്ലസ്സി ഈ പ്രോജക്റ്റ് ആരംഭിച്ചത്. ആടുകളോടൊപ്പം ജീവിച്ചും ആടുകളോടൊപ്പം ശയിച്ചും ആടുകളോടൊപ്പം രമിച്ചും ഒടുവിൽ ആടായി മാറുന്ന ഒരു മനുഷ്യൻ, അതാണ് നജീബ്. പിന്നെ ആ ആടിൽ നിന്നും മനുഷ്യനാകാൻ വേണ്ടിയുള്ള ഒരു പ്രയാണം, അതൊരു മഹാപ്രസ്ഥാനമാണ്. മഹാഭാരതത്തിലെ പോലെ ഒരു മഹാപ്രസ്ഥാനം. തിരിഞ്ഞു നോക്കിയാൽ മരണത്തിലേക്ക് വീണു പോകുന്ന മഹാപ്രസ്ഥാനം. ഒപ്പം നടക്കുന്നവർ മരിച്ചു വീണാൽ അവനെ അവിടെ വിട്ടിട്ട് തിരിഞ്ഞു നോക്കാതെ മുന്നോട്ട് മാത്രം നടക്കുന്ന ഒരു മഹാപ്രസ്ഥാനം. ആ മഹാപ്രസ്ഥാനമാണ്, ആ മഹായാനത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ് ഈ ആടുജീവിതം. ബ്ലസ്സി കഴിഞ്ഞാൽ അടുത്ത കയ്യടി അർഹിക്കുന്നത് നമുക്ക് ഏറ്റവും പ്രിയങ്കരനായ പൃഥ്വിരാജ് എന്ന നടൻ തന്നെയാണ്. പൃഥ്വിരാജ് ഒരു നടൻ മാത്രമല്ല, ഒരു നല്ല സിനിമയെ അറിയാനും അത് തിരിച്ചറിയാനും അത് പ്രോത്സാഹിപ്പിക്കാനും കഴിവുള്ള ഒരു നിർമ്മാതാവും സംവിധായകനുമാണ് പൃഥ്വിരാജ്. പൃഥ്വിരാജിന്റെ ആ മനസ്സ് ഈ കഥാപാത്രത്തിന്റെ അവതരണത്തിൽ നമുക്ക് വ്യക്തമായി കാണും. ഈ കഥാപാത്രം ഏറ്റെടുക്കുമ്പോൾ തന്നെ പൃഥ്വിരാജിന് അറിയാം അത് ഇതുവരെ അദ്ദേഹം അഭിനയിച്ച കഥാപാത്രങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ്. നന്ദനത്തിലെ പ്രണയവും കുസൃതിയും ഒക്കെ വിട്ടുമാറാത്ത കൗമാരക്കാരനിൽ നിന്ന് പിന്നീട് താൻ അഭിനയിച്ച അല്ലെങ്കിൽ അനുഭവിച്ച ഒന്നിൽ നിന്നും ഒന്നും എടുക്കാതെ പിറന്ന പടി വീണ്ടും നടനായി മാറി
വേഷങ്ങളെല്ലാം അഴിച്ചെറിഞ്ഞ് നഗ്നനായി തുടക്കം മുതൽ പുതിയ ഒരു പൃഥ്വിരാജിനെ തന്നെ ആടുജീവിതത്തിൽ നമുക്ക് കാണാം. അതിനായി സ്വന്തം ശരീരം പോലും ഒരു പരീക്ഷണ വസ്തുവായി സമർപ്പിച്ചുകൊണ്ടാണ് പൃഥ്വിരാജ് ഈ സിനിമയിലെ നായകനെ അവതരിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ചില രംഗങ്ങളിൽ പൃഥ്വിരാജിന്റെ പ്രകടനം കാണുമ്പോൾ നമ്മുടെ അടിവയറ്റിൽ നിന്ന് ഫും എന്നൊരു മണൽക്കാറ്റ് തലയ്ക്കുള്ളിലേക്ക് ഇരച്ചു കയറും. തൊണ്ട ഉണങ്ങും, ശ്വാസം കുരുങ്ങും, കണ്ണു ചിമ്മാതെ നമ്മൾ കണ്ടിരിക്കും. അങ്ങനെ നമ്മളെ പിടിച്ചിരുത്താൻ പൃഥ്വിരാജിന് കഴിഞ്ഞിട്ടുണ്ട്. ഈ സിനിമയിൽ തന്നെ 3-4 ഘട്ടങ്ങളിലൂടെയാണ് നജീബ് എന്ന കഥാപാത്രം കടന്നു പോകുന്നത്. ഓരോ ഘട്ടങ്ങളിലും നിരവധി സബ്സ്റ്റേഷനുകളുണ്ട്. ആ സബ്സ്റ്റേഷനുകളിൽ നിരവധി വ്യത്യസ്തമായ സ്റ്റേജുകളുണ്ട്. ഓരോ സ്റ്റേജും കൃത്യമായി നമ്മളെ ബോധ്യപ്പെടുത്തുന്നു പൃഥ്വിരാജ് എന്ന നടൻ. ആറ്റിൽ കുളിക്കാൻ പേടിയാണ് നജീബിന്റെ ഭാര്യയ്ക്ക്. അമല പോളാണ് ആ വേഷം ചെയ്യുന്നത്. അത്ര ചെറുതല്ലെങ്കിലും ഒത്തിരിയൊന്നും വലുതല്ലെങ്കിലും അമല പോൾ അത് ഭംഗിയായി ചെയ്യും. ആറ്റിൽ കുളിക്കാൻ പേടിയുള്ള ഭാര്യയെ ആ പേടി മാറ്റാനായി മറപ്പുരയ്ക്കുള്ളിൽ നിന്ന് നജീബ് കോരിയെടുത്ത് തോളിലിട്ടുകൊണ്ട് ആറ്റിലേക്ക് പോകുന്ന ഒരു രംഗമുണ്ട്. മലയാളത്തിലെ ഏറ്റവും മനോഹരമായ പ്രണയരംഗങ്ങളിൽ ഒന്നായി അതിനെ നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. കൗമാരക്കാർക്ക് ആ രംഗങ്ങളൊക്കെ നന്നായി ആസ്വദിക്കാം. മനോഹരമായ രംഗങ്ങളും ഗാന ചിത്രീകരണവുമെല്ലാം കൊണ്ട് പൃഥ്വിരാജും അമല പോളും ചേർന്ന് അത് ഭംഗിയായി അവതരിപ്പിച്ചു. പിന്നെ വെറുമൊരു 5ാം ക്ലാസ്സുകാരൻ ഗ്രാമവാസിയാണ് നജീബ് എന്ന് അപ്പോൾ കണ്ടാലൊന്നും പറയില്ല കേട്ടോ. നമ്മുടെ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ പിള്ളേരെക്കാൾ റൊമാൻറ്റിക്കായ നായകനാണ് നജീബ് എന്ന് നമുക്കപ്പോൾ തോന്നിപ്പോകും. ആ രംഗങ്ങൾ ഈ സിനിമയുടെ യഥാർത്ഥ മൂഡിനും ടോണിനും ഒക്കെ വ്യത്യസ്തമായി മാറി നിൽക്കുന്നു എന്നൊരു ന്യൂനത പറയാതെ വയ്യ. അടിമ ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെട്ട് പുറം ലോകത്തെത്തുന്ന നജീബ് 4-5 വർഷങ്ങൾക്ക് ശേഷം ഭാര്യയോട് ഫോണിൽ സംസാരിക്കുന്ന ഒരു സീനുണ്ട്. ഒറ്റ ഡയലോഗ് പോലുമില്ല അവിടെ. സ്ക്രിപ്റ്റ് ബ്ലാങ്ക് ആണ്. ആ ഒരു രംഗം അസാധാരണമായ അടക്കത്തോടെ ചില മൂളല്, ശ്വാസഗതി, വിതുമ്പൽ, ചെറിയ ചിരി, കണ്ണിന്റെ ചലനങ്ങൾ എന്നിവയൊക്കെ കൊണ്ട് പൃഥ്വിരാജ് ഗംഭീരമാക്കി. സത്യത്തിൽ ഈ നടന് വേണ്ടി ഒരിക്കൽ കൂടി കൈയടിക്കുകയല്ല, മറിച്ച് എന്നെങ്കിലും ഈ നടനെ നേരിൽ കാണാൻ കഴിഞ്ഞാൽ കൈയെടുത്ത് തൊഴുതു പോകുന്ന വിധത്തിലെത്തിച്ചു ആ കഥാപാത്രത്തിനെ പൃഥ്വിരാജ്. ഇനി പറയാൻ ഒത്തിരിയുണ്ട്. ആടുജീവിത ചർച്ചകൾ അവസാനിക്കുന്നില്ല. അത് ഇനി മലയാള സിനിമ ഉള്ള കാലത്തോളം തുടരും. നാളെ മറ്റൊരു സിനിമയുടെ വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്മകൾ.